പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയ വൺ ബ്ലോക്ക് സീരീസ് തുടങ്ങാൻ പോവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഈ വേൾഡ് ലോഡാക്കിയപ്പോൾ ഇതിങ്ങനെയാണ് വന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒന്ന് പാർക്കോറൊക്കെ ഉണ്ട്. വേണ്ട, നമ്മൾ വൺ ബ്ലോക്ക് തുടങ്ങാനില്ല. എന്താ വെൽക്കം ടു വൺ ബ്ലോക്ക് പോർട്ടൽ. അതോ തുടങ്ങി. ബ്രേക്ക് ദ ബ്ലോക്ക്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അറിയാൻ മതിയാവും. ഇതൊരു ഒറ്റ ബ്ലോക്കേ ഉണ്ടാവുള്ളൂ. ചെസ്റ്റൊക്കെ തന്നെ കിട്ടിയ ആദ്യം. ഇതൊരു ഒറ്റ ബ്ലോക്കേ ഉണ്ടാവുള്ളൂ. ആ ബ്ലോക്കിൽ നിന്ന് നമ്മൾ നമ്മുടെ വീടും നാടും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഇതിൻ്റെ കുറേ തീമുണ്ട് പറയേണ്ടതാ. പ്ലെയിൻസ്, അണ്ടർഗ്രൗണ്ട്, ഡീപ്പ് കേവ്സ്, സ്നോയി ഡെസേർട്ട്, ജംഗിള്, കുറേ സംഭവം പറയുന്നുണ്ട്. അപ്പം അതിന് ഞാൻ ഇതൊന്ന് കുറച്ച് വലുതാക്കാം. അതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വികൂലതായിട്ട്. അപ്പോൾ എനിക്കന്ന് ബുക്ക് കിട്ടി, ഞാൻ വായിച്ചില്ല. ഇതത്രയും സാധനങ്ങളാണല്ലേ. സ്നോയി ഡെസേർട്ട്, ജംഗിൾ, ബാരൻ ലാൻഡ്, ഓഷ്യൻ, പെയിൽ ഗാർഡൻ, സോമ്പ്, ചെറി, മാൻഷൻ, സ്ട്രോങ് ഔട്ടൊക്കെ വരും. വാവ്. നമുക്ക് ഇതോടെ വെച്ചിട്ട് നമുക്ക് കിട്ടിയ ആപ്പിൾ ഇതൊക്കെ ഇവിടെ വെക്കാം. ഇതിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ ഡെർട്ട് പോലെ നമുക്ക് പ്രഷ്യസ് ആണ്. കാരണം ഓരോ റയറായിട്ട് ഓരോ കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ സംഭവം തുടങ്ങി. 400 ബ്ലോക്കാണ് ഒരു ഇതിൻ്റെ ഡ്യൂറേഷൻ. ഒരു തീമിൻ്റെ ഡ്യൂറേഷൻ 400 ബ്ലോക്കാണ് തോന്നുന്നു. അപ്പോൾ സൈഡിൽ എഴുതി കാണിച്ചു. ഇപ്പോൾ ഇതിൽ കിട്ടണ ഓരോ ഡെർട്ട് ബ്ലോക്ക് നമുക്ക് എന്താ പറയുക, നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഒന്നും കളയാൻ പറ്റില്ല. ഇത് കുറച്ചും കൂടി ഒന്ന് വലുതാക്കാം. ഇതെന്താ? റൂട്ട് ഡെർട്ട്. ഞാൻ വിചാരിച്ചു കോസ്റ്റ് ഡേർട്ടാണ്. കുറച്ച് വലുതാക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും വാങ്ങിക്കാം. ഇതിൽ മരമൊക്കെ കിട്ടേണ്ടതാണല്ലോ. പ്ലെയിൻസ് അല്ലേ. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമായിരിക്കും. കിട്ടി. മരം കിട്ടി. നമുക്ക് ഇത് കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ബാക്കി ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കാം. അങ്ങനെ ഞാൻ താഴെ പോയാലോ പറയാൻ പറ്റില്ല. ഫസ്റ്റത്തെ വുഡ് പീസാണ്. അതാ ഇവിടെ കട്ടെ. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുക. അതുകൊണ്ട് മൈസീലിയം കിട്ടില്ല അല്ലേ. പംകിൻ കിട്ടി. കുറേ ഗ്രാസും ഇതൊക്കെ തന്നെ തോന്നുന്നു കിട്ടും. മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ ഉള്ളോട്ട് പോയി. ഇത് സൈഡിൽ എഴുതി കാണിച്ചിരിക്കണേ, യു ക്യാൻ കീപ്പ് യുവർ റിസോഴ്സസ് ഇൻ ചെസ്റ്റ്. ഒരു വാട്ടർ ബക്കറ്റ് കിട്ടിയെങ്കിൽ അത് ശരിക്കും കിട്ടേണ്ടതാണല്ലോ ഒരു ചെസ്റ്റിൽ. അത് ഞാൻ കുറേ വീഡിയോ കണ്ടിരുന്നു, വാട്ടർ ബക്കറ്റ് ചെസ്റ്റിൽ കിട്ടുന്നത്. എനിക്ക് ഇതുവരെ വേറെ ചെസ്റ്റൊന്നും കിട്ടിയില്ല. ഇതിൽ വാട്ടർ ബക്കറ്റ് ഇല്ലല്ലോ. കുറച്ച് ഫുഡ് കിട്ടി. പിന്നെ കുറച്ച് മറ്റേ ഓക്കിൻ്റെ ഓക്ക് ലോഗും കിട്ടി. പിന്നെ ബുഷ് എന്തിനാണോ സാപ്ലിങ് കിട്ടിയതാ. 2 സാപ്ലിങ് കിട്ടി. ഇത് വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഇത് കുറച്ച് പ്ലാങ്ക് ആക്കാം. എന്നിട്ട് കുറച്ച് വടി ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഇരിക്കണ്ടേ. എന്നിട്ട് കുറച്ച് പ്ലാങ്ക് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ സൈഡിൽ കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കൃഷി നടത്താം. ഈ പ്ലാങ്കില്ല 1 ബ്ലോക്കിൽ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും താഴത്തെ പ്ലേസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ മോബ്സ് സ്പോണാവും. സ്ലാബ്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ലാബ്സ് ഇപ്പോൾ ഈ ഹൈറ്റ് നമ്മൾ ഈ ഹൈറ്റിൽ വെച്ചാലും പ്ലാങ്കിൻ്റെ മുകളിൽ നമ്മുടെ മോബ്സൊക്കെ സ്പോണാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. എൻ്റെ അടുത്ത് 4 എണ്ണം ഉണ്ട്. 4 എണ്ണം കൂടി വെക്കാം. അപ്പോൾ ഇത്രയും ഞാൻ വലുതാക്കിന്. ഒരു 1 ബ്ലോക്കിൽ നിന്ന് ഇത്രയും സംഭവം ചെയ്തിരിക്കണ്. നമുക്ക് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുമോ? ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ
കുറച്ചുകൂടി വൃത്തിയായേനെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡർട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഇതങ്ങോട്ട് പൊട്ടിച്ച് കയ്യിലെടുക്കണം. കയ്യിൽ കിട്ടി. ഇതിവിടെ വെക്കാം. ഇതിൻ്റെ മുകളിൽ സാപ്ലിങ് വെക്കാം. അവിടെ ഇരുന്ന് വളർന്നോട്ടെ. ഞാൻ കിട്ടിയ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കാം. ഫുഡൊക്കെ അവിടെ ഇരിക്കട്ടെ, കാരണം എൻ്റെ ഹങ്കർ ഇതുവരെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ആവശ്യമില്ല. ഡർട്ട് തന്നെയാണല്ലോ മൊത്തം. അടുത്തത് കിട്ടി ഡർട്ട്. കൈ വെച്ച് പൊട്ടിയ ഡർട്ട് അല്ല, പശുമ്പ വന്നു. ഇപ്പോൾ ഇതിൽ മോബൊക്കെ സ്പോണാ ഗൈസ്. എനിക്ക് തോന്നുന്നതിൽ അണ്ടർഗ്രൗണ്ട് എത്തിക്കഴിഞ്ഞാൽ സോംബിയൊക്കെ സ്പോണാവുന്നു. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യാം. ഇത് കണ്ട് നീക്കി വെക്കാം. എന്നെ തള്ളിയിട്ടാലോ. ഹെബെയിൽ. അപ്പോൾ ഫുഡിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല തോന്നുന്നു. ഇവിടെ ഹെബെയിലും പിന്നെ ബ്രെഡൊക്കെ നിൽക്കുന്നുണ്ട് ചെസ്റ്റിലൂടെ. 77 ബ്ലോക്ക് ഞാൻ പൊട്ടിച്ച്. സൈഡിൽ കണ്ടതാ, കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതിനാണ് ഞാൻ ആക്സ് കൊണ്ടുവന്നത്. വുഡ് ഡർട്ട് ലീവ്സ്. എന്താണ്? അങ്ങോട്ട് പോ. അങ്ങോട്ട് പോ. ആണെന്നോ തലേ കയറാൻ. നമ്മളിപ്പോൾ 0-0ലാണ്. 0-0 ആണ് സ്പോൺ. ഏതായിരുന്നു എന്താണ്? വാട്ട്? അയ്യോ ഗൈസ്, ഗോട്ട് മൗണ്ടൻസിലല്ല ഉണ്ടാവുക, സ്നോയി. പിന്നെ എന്താ ഇവിടെ സ്പോണായത്? ഗ്രാസ്, ഡർട്ട്, മൈസിയ, റൂട്ടർട്ട്, ഓക്ക്, വിറച്ച്, ഹേ ബ്ലോക്ക്, ക്ലേ, ബോൺ ബ്ലോക്ക്, ഗ്രാവല്, പംകിന്, കൗ, ചിക്കൻ, പിഗ്, മഷ്റൂം, ഷീപ്പ്, ഗോട്ട്, ആർമഡിലോ. 400 ബ്ലോക്ക്. നെറ്റ് ലെവലോ? നെക്സ്റ്റ് ലെവൽ എന്നാണോ ഒരു നെറ്റ് ലെവൽ എന്ന് അടിച്ച്? വാട്ട്? ഇതെനിക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കണമല്ലോ. ഇത് ഹെൽത്തായിപ്പോയി. നോ ഇഷ്യൂസ്. അല്ലെങ്കിൽ ഞാൻ ഡർട്ടാണ് ഇതാണെന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടേക്ക് പോയി മൈനിയതാണ് പ്രശ്നമല്ലേ. പാർട്ടിക്കിളുണ്ട്. എന്നാൽ കുഴപ്പമില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന്. ഓക്കെ, 35. കിട്ടുന്ന നോക്കാം. അപ്പം തന്നെ വെച്ചിരിക്കാം. അങ്ങനെ ചത്താൽ പറയാൻ പറ്റില്ലല്ലോ. ആക്സ്. എടാ ഒന്ന് മാറിക്കടാ. എന്നെ ഇപ്പോൾ തട്ടി താത്തിട്ടോ. ഇവർക്കൊരു കൂടുണ്ടായി കൊടുക്കണമല്ലോ എനിക്ക്. അങ്ങനെയാണെങ്കിൽ എന്നാ കുറേ കോഴികൾ ഒരുമിച്ച് വേണമെന്ന്. ഇവിടെ ഒരു കോഴിയോടെ പോയി. അമ്മേ വീഴരുത്. 3 എണ്ണം ഉണ്ടായിരുന്നല്ലോ. 2 എണ്ണം ഉണ്ടായിരുന്നോ? എടാ ഞാൻ വേറെപ്പോൾ തള്ളി. അയ്യോ ഞാൻ വേറെ തള്ളി. ടോർച്ചിൻ്റെ ഇത് കിട്ടി. ഇനി ഞാൻ സേഫാണ് അവിടെ. കുറച്ചല്ല, ഞാൻ ഫുൾ സേഫാണ്. ഇനി ഫാർമൊക്കെ ഉണ്ടാക്കല്ലേ അവിടെ. അതിനെനിക്ക് വാട്ടർ ബക്കറ്റ് തന്നിട്ടില്ല അവർ ഇതുവരെ. മാറി ഞാൻ കുറച്ചൊന്ന് മൈൻ ചെയ്തിട്ട്. മൈ റിയൽ നെയിം ഇസ് ദേവാൻസ് ത്രിവേദി ആൻഡ് യു. ബോൺ ബ്ലോക്ക്. ഇതിൻ്റെ അകത്ത് പോയി കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി ഒരു വുഡൻ പിക്ക് ഉണ്ടാക്കി. ഇത് കോഴീൻ്റെ അകത്താണോ നിൽക്കുന്നത്? എടാ മാറിക്കടാ. ഇവരൊക്കെ എല്ലാവരും ഇങ്ങോട്ട് നടന്ന് ഇവിടെയാണല്ലോ വന്നിക്കണത്. എന്താ വേറെ എന്താ ചെയ്ത് വെച്ചേക്കണം? ടോർച്ച് ചൂട്ടി. അടുത്ത വശം ആനിമൽ പ്ലാനറ്റ് ആവണ്ടല്ലോ ഇത്. What is this?
നമുക്ക് ഞാനിനി അടുത്ത ചെസ്റ്റ് വരുമ്പോൾ നിങ്ങളെ ഞാൻ ഇനി അടുത്ത ചെസ്റ്റ് ഷീപ്പ്. ഓ ഹോ 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 ഷീപ്പിനെ സേഫ് ആക്കണം. ഷീപ്പ് താഴ്ത്തുവാൻ പാടില്ല. ഷീപ്പാണ് മെയിൻ. ഓക്കെ, ഞാൻ ഇനി അടുത്ത ചെസ്റ്റ് എല്ലാം കിട്ടുമ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് നിങ്ങളെ ഓക്കെ. അപ്പോൾ ഞാൻ അടുത്ത ചെസ്റ്റ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അടുത്ത ചെസ്റ്റ് വന്ന് തുറന്നു നോക്കിയില്ല. തുറക്കാം. 3, 2, 1. ഓ സ്മിത്തിങ് ടെംപ്ലേറ്റ്സ്. ഇത് തന്നെ എത്ര ഏർലി ഗെയിമിൽ അവർ തരുന്നത്. കുറേ ഓരോ ടൈപ്പ് പോകുന്നു നിൽക്കുന്നു. മൗസ് ഇപ്പോൾ ഡാമേജ് ആവും. അത്രയും കുത്തുന്നുണ്ട് മൗസ് മേലെ. ഇതൊക്കെ എടുക്കാൻ ഇതൊക്കെ നമുക്ക് അവിടെ വെക്കാം. എന്നിട്ട് അടുത്ത സെറ്റ് എടുക്കാം. എന്നിട്ട് ഇതൊക്കെ അവിടെ വെക്കാം. കഴിഞ്ഞ് അടുത്ത സെറ്റ് മൈൻ ചെയ്യാം. ഓ ഇത് വെച്ചില്ല ഗൈസ്. ഇനിയും ഞാൻ നിങ്ങളെ ചെസ്റ്റ് കിട്ടുന്നവരെ ബോറടിപ്പിക്കുന്നില്ല. ചെസ്റ്റ് കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് കിട്ടി ഗൈസ്. വേറെ സാധനം കുറേ ഹാർട്ടൊക്കെ ഉണ്ട്. ഒന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് ഹാർട്ട്. യെസ്, ഇതാണ് എനിക്ക് വേണ്ടത്. സ്റ്റോണും കിട്ടി, ഗോൾഡൻ കാരറ്റും കിട്ടി, പംകിൻ പൈയും കിട്ടി. ഇതാണ് മെയിൻ വേണ്ട സാധനങ്ങൾ. ഇനി ഞാൻ ബാക്കി സാധനമൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് ഒരു ഡർട്ട് മാത്രം എടുത്തിട്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്കിവിടെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് ബക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. എല്ലാം നമ്മൾ സേഫാണോ. ഇതിൻ്റെ അടിയിലോട്ട് പോവാം. അയ്യോ ഓ ഷിറ്റ്. അങ്ങനെ വെക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ഗ്രാവൽ തോനെ വരുന്നുണ്ട്. ഒക്കെ നേരെ താഴോട്ട് പോകണം. അപ്പോൾ അതിനൊന്ന് സേഫ് ആക്കാനാണ് ഞാനിപ്പോൾ അതിൻ്റെ അടിയിൽ ബ്ലോക്ക് വെച്ചത്. അതാകുമ്പോൾ സേഫാണ്. ഞാൻ ഇപ്പോൾ 204 ബ്ലോക്ക് കഴിഞ്ഞത്. ഗൈസ്, ഇനി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്. പന്നി ഗൈസ്, വീണ്ടും ചെസ്റ്റ് കിട്ടി ഗൈസ്. അതിൻ്റെ അകത്ത് 61 ഓക്ക് ലോഗും 62 ബെർച്ച് ലോഗും ബെർച്ച് സാപ്ലിങ്ങും ഉണ്ട്. ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ വെക്കട്ടെ. എന്ത് കാര്യം? അല്ല, കാര്യമുണ്ട് എന്നല്ല, കാര്യമില്ല എന്നല്ല, കാര്യമുണ്ട്. നൈസ് കോഴി. ഗൈസ്, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഒരു അടുത്ത ഫേസ് എത്തിച്ചിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തീർക്കാം. ഓരോ എപ്പിസോഡ് ഓരോ ഫേസ് എന്നല്ല, ഈ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് നമുക്കിത് അങ്ങനെ തീർക്കാം. കാരണം വേറെ ഒന്നും നമുക്കിവിടെ ചെയ്യാനില്ല. അടുത്ത ഫേസ് ആയാലും എന്തെങ്കിലും ഒരു പുരോഗമന ബുദ്ധിയോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെക്കൊണ്ട് ഞാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയി കിട്ടും. മുട്ട ഇട്ടെന്നവൻ താങ്ക് യു. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മളിപ്പോൾ 300 ബ്ലോക്ക് പൊട്ടിച്ചു. ഇനി 100 ബ്ലോക്കും കൂടി. ഗൈസ്, ഇപ്പം തന്നെ ഞാൻ ചെസ്റ്റ് പൊട്ടിച്ചു പോയിരുന്നു. വേറെ ചെസ്റ്റ് കിട്ടി വെച്ചാനേ തുറന്നു നോക്കാം. ഓ ഫുഡ്, ബേക്ക്ഡ് പൊട്ടാറ്റോ. വാവ്, അമേസിങ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇതൊക്കെ വെക്കാം. മറ്റേത് ഫുള്ളായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൈസ്, ഒരു നല്ല എനിക്ക് മുട്ട ഇട്ടിട്ടുണ്ട് ഗൈസ്. പ്രോട്ടീനാണ് ആവശ്യം. DNA കിട്ടിയ നമുക്ക് വീണ്ടും ബാക്ക് ടു മൈൻ. ഓ, രണ്ടാമത്തെ ചെസ്റ്റ്. ഇനിയിപ്പോൾ ഡബിൾ ചെസ്റ്റ് ആക്കാം.
ഓ ജസ്റ്റ് അതിനേതാണ് സാധനം വരുന്നു. ഹെബീലുസ് പംകിൻ. ഗൈസ് ഐ വിൽ അപ്ഡേറ്റ്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ജസ്റ്റ് ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുന്നില്ല. നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രസ് ഉണ്ടാവാൻ കുറച്ചുകൂടി. അയ്യോ എനിക്ക് കളിക്കാൻ അറിയില്ല. കുറച്ചും കൂടി എന്തല്ല ചെയ്യുന്നത്, ഇതല്ല ഇപ്പോൾ പൊട്ടി പോകും. ഒരു ഓക്ക് സാപ്ലിങ് അല്ല എന്തിൻ്റെ സാപ്ലിങ് 4 ബ്ലോക്ക് മാറിയിട്ടാണ് കുഴിച്ചിട്ടുണ്ട്. അത് ഞാൻ പഠിപ്പിച്ചു തന്നാ കേട്ടോ, നീ മറക്കരുത്. ഇനി ഇവിടെ വെച്ചിട്ട് ഇതൊക്കെ പറ്റത്ത് അങ്ങനെ അങ്ങോട്ട് വെച്ചു. ഓ പ്ലാറ്റ്ഫോം വലുതായിക്കണ്. ലെറ്റ്സ് ഗോ. അത്രയും സാപ്ലിങ് ആണ്. ഓക്കെ, ഇനി നമുക്കിത് പൊട്ടിക്കാം. ഗൈസ് ന്യൂസ്, നമ്മളിതാ 400ാമത്തെ ബ്ലോക്ക് പൊട്ടിക്കാൻ പോവാണ്. 400ാമത്തെ ബ്ലോക്ക് പൊട്ടിക്കാനായി. ഇത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫേസ് മാറുന്നു. ഗൈസ് ഫേസ് മാറുന്നു. അപ്ഗ്രേഡ് ഇൻ 30 സെക്കൻഡ്സ്. അപ്പോൾ ഒന്നത്തോടെ നമുക്കിത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത തീമൊക്കെ മാറ്റാം. എനിക്ക് ഈ സാധനം സ്റ്റോറേജൊക്കെ എടുത്ത് അങ്ങോട്ട് നീക്കി വെക്കണമെന്നുണ്ട്. ഒക്കെ നമുക്ക് ചെയ്യാം. സോ നമുക്കിവിടെ ഒരു ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കിയിട്ട് അവന്മാരൊക്കെ കുറച്ച് നീക്കി നിർത്തിയിരിക്കുക, അല്ലെങ്കിൽ മൊത്തം ചൊറയാവും. ഒരു ഫെൻസിൻ്റെ അതാണ് കുറച്ച് സമയത്ത് പറയുന്നത്. ഇവിടെ കുറച്ച് കോട്ടുകളുണ്ട് എൻ്റെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ വന്നിട്ട് ഒന്ന് മൈൻ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് മാറി ബാക്കോട്ട് കാണാൻ സോംബിയൊക്കെ വരികയാണെങ്കിൽ. ഓക്കെ വെയിറ്റ്, എനിക്ക് സോംബി, സ്പൈഡർ, സ്കെലട്ടൺ, കൗ, പിഗ്, ചിക്കൻ, അയൺ, കോപ്പർ, ഡിഫെക്റ്റീവ് സ്ട്രക്ചർ, ഡിഫൈൻ ലൈക്ക് ഫോമേഴ്സ് ഫ്രോംസ്, സ്റ്റോണ്, ഗ്രാവല്, അയണോറ്, കോപ്പറോറ്, കോളോറ്. ഓക്കെ, ഇത്ര സാധനങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കളി സമയമായി. നമുക്ക് അടുത്ത ബേസിൻ്റെ പ്ലാനൊക്കെ നമുക്കിനി അടുത്ത വരുന്ന എപ്പിസോഡിലോ, മെയിനായിട്ട് ഞാൻ പ്ലാനിങ് ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ തീർക്കാം. പിന്നെ മുന്നോട്ട് വെച്ചിട്ട് അതാ പറഞ്ഞിക്കണം, സമയം പോക്കണില്ല. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണണം, നിർബന്ധമായിട്ട് കാണണം, കണ്ടുവേണ്ടി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ വരും. ഉടൻ ഒന്നല്ല, അടുത്ത വീഡിയോ പെട്ടെന്ന് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിന്നാണോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ടാറ്റ, ബൈക്ക് കൂടി.